ഇന്ന് മുസ്ലിം സമുദായം വല്ലാത്ത പേരുദോഷം കേൾക്കുന്ന ഒരു കാലമാണ്. അപവാദങ്ങളും പരിഹാസങ്ങളും തീവ്രവാദി എന്ന് ഭീകരവാദി എന്ന് മുദ്രകുത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ മുസ്ലിം സമുദായം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ അറിവുള്ളവരാകണം. ഈ അടുത്തു നടന്ന സംഭവം പടച്ചവനെ നമ്മുടെ നാടിനെ വല്ലാതെ ഭയപ്പെടുത്തിയ, വല്ലാതെ സങ്കടത്തിലാഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു 27 പേരെ വെടിവെച്ച് കൊന്ന വാർത്ത. എന്റെ പ്രിയപ്പെട്ടവരെ, ആ വാർത്തയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ ഈ മുസ്ലിം സമുദായം വല്ലാത്ത പേരുദോഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ മുസ്ലിം ആരാണെന്ന് പറഞ്ഞു കൊടുക്കാൻ, മുസ്ലിം ആരാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നാളില്ലടോ. അതാ പടച്ചവനെ, കേരളക്കാരനായ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ആ വെടിവെപ്പിൽ മരണപ്പെട്ടു പോയല്ലോ. ആ വെടിവെപ്പിൽ മരണപ്പെട്ടു പോയ രാമചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യന്റെ പൊന്നാര മകളാണ് മുസ്ലിമീങ്ങൾ ആരാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ആ സഹോദരിയല്ലേ പത്രക്കാരോട് പറയുന്നത്. ജമ്മു കാശ്മീർ എന്ന് പറയുന്ന നാട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ സ്വന്തം അച്ഛന് വെടിവെപ്പിൽ മരണപ്പെട്ടു പോയ മനുഷ്യന്റെ മകളാണ് പറയുന്നത്, എനിക്ക് 2 സഹോദരങ്ങളെയാണ് കിട്ടിയത്. ഇത് പറയുന്നത് മുസ്ലിമല്ല. ആ വെടിവെപ്പിൽ മരണപ്പെട്ടു പോയ രാമചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യന്റെ മകള് പറയുകയാ, ഷമീറും മുസാഫിർ എന്ന് പറയുന്ന 2 കൂടപ്പറപ്പുകള് ആ ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ നിന്ന് എനിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ പടച്ചവനെ, പലരും പറയുകയാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് മുസ്ലിമീങ്ങളാണ്, ആ ജമ്മു കാശ്മീരിലെ മുസ്ലിമീങ്ങളാണ് പടച്ചവനെ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരുപാട് പരിശ്രമിച്ചത്. സ്വന്തം ജീവിതം പോലും നോക്കാതെ ശത്രുവിന്റെ മുമ്പിലേക്ക് എടുത്തു ചാടി പടച്ചവനെ പാപങ്ങളെ രക്ഷപ്പെടുത്താൻ സ്വന്തമായി ഷഹീദായ ചെറുപ്പക്കാരന്റെ പേരും മുസ്ലിമിന്റെ പേരായിരുന്നടോ. എന്റെ പ്രിയപ്പെട്ടവരെ, പക്ഷേ എല്ലാവരും മറന്നു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, എങ്കിലും നീ മനസ്സിലാക്കേണ്ട കാര്യമെന്താ? മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? തീവ്രവാദിക്കും മതമില്ലടോ, കൊലപാതകം ചെയ്യുന്നവന് മതമില്ലടോ. അവന്റെ മതമെന്ന് പറയുന്നത് അക്രമമാണ്. അവൻ അതിനു വേണ്ടി ജീവിക്കുന്നവനാണ്. അത് ഏത് പേര് കൊണ്ടൊരിക്കലും അവൻ ഒരു മതത്തിലേക്ക് ചേരുന്നവനല്ല. മുസ്ലിം സമുദായത്തിന്റെ നിലപാട് എന്തെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 കൊല്ലം മുമ്പ് നബി തങ്ങൾ പറയുകയാണ്, പടച്ചവനെ, ഒരു മനുഷ്യനെ കൊല്ലുന്നത് വല്ലാത്ത പാപമാ. അത് സാധാരണ പാപമല്ല. ഒരു മനുഷ്യനെ കൊല്ലുന്നത് ഈ ഭൂമിയിലുള്ള സർവ്വജനങ്ങളെയും കൊല്ലുന്നതിന് തുല്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു